ഏറ്റവും നല്ലവനെ നന്നാക്കുമ്പോഴല്ല, ഏറ്റവും മോശമായവനെ നന്നാക്കുമ്പോഴാ വാപ്പയാകുന്നത്. പാപ്പ പറയും, നിന്റെ ജ്യേഷ്ഠനെ കണ്ടോടാ, അവൻ നല്ല പഠിച്ചു, നല്ല ജോലിയായി, നല്ല ശമ്പളം വാങ്ങുന്നു, നല്ല കുടുംബമായി, നീ ഇങ്ങനെ നടക്കുന്നല്ലോടാ. നിന്റെ അനിയനെ നോക്ക്, നിന്റെ അയൽവാസിയെ നോക്ക്. മാനസികമായിട്ട് ആ കുട്ടികളെ തകർക്കുകയാ. ഇങ്ങനെ പറയുന്നത് കൊണ്ടുള്ള നേട്ടം ശത്രുതയുണ്ടാകും മക്കൾക്കിടയിൽ. എന്റെ പ്രിയപ്പെട്ടവരെപ്പോഴും നമ്മൾ പറയും, അവനെ കണ്ടുപഠിക്കുക, ഇവനെ കണ്ടുപഠിക്കുക, അവളെ നോക്ക്, അങ്ങനെ നോക്ക്, ഇങ്ങനെ നോക്ക്. ഇങ്ങനെയല്ല മക്കളെ സ്നേഹിക്കേണ്ടത്. ഏറ്റവും നല്ലവനെ നന്നാക്കുമ്പോഴല്ല, ഏറ്റവും മോശമായവനെ നന്നാക്കുമ്പോഴാ വാപ്പയാകുന്നത്. കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളലല്ല. എടാ, ഈ നല്ലവനെ നന്നാക്കാൻ ഒരുപാട് കഷ്ടപ്പെടണ്ട. ഈ ഏറ്റവും മോശമായവനെയാണ് നമ്മൾ നന്നാക്കിയെടുക്കേണ്ടത്. അവനെയാ ശ്രദ്ധിക്കേണ്ടത്, അവനെയാണ് പരിഗണിക്കേണ്ടത്. മൂത്തവൻ കൊള്ളത്തിൽ എന്ന് പറഞ്ഞ് അവൻ എഴുതി അങ്ങ് തള്ളും. പിന്നെ അവൻ തലതിരിഞ്ഞു പോകും. കള്ളുകുടിക്കനും കഞ്ചാവും കൊട്ടേഷൻ സംഘവുമായിട്ട് അവൻ നടക്കും. അവനെ നശിപ്പിക്കുന്ന നമ്മൾ തന്നെയാ. അള്ളാഹു നമ്മുടെ മക്കളോട് നീതി പുലർത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.